അങ്ങനെ ഞങ്ങൾ കാലടിയിൽ നിന്ന് വണ്ടി എടുത്ത് നേരെ കാഞ്ഞാണി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. തൃശ്ശൂർ ജില്ലയിൽ കാഞ്ഞാണി എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. അവിടെയാണ് ലോഡ് സെറ്റാക്കിയിരിക്കുന്നത്. വിറകാണ് ലോഡ്. അപ്പോൾ അവിടെ നിന്ന് തമിഴ്നാട്ടിലേക്കാണ് നമുക്ക് ലോഡ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ലോഡ് കയറ്റാനായിട്ട് പോവുകയാണ്. രാവിലെ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എത്തണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ രാവിലെ എത്തിയിട്ടുണ്ടായിരുന്നു. 7 മണിക്കൊക്കെ മുമ്പേ എത്തി. നമ്മൾ ഇവിടെ എത്തിയതിന് ശേഷം കുറച്ച് നേരം കിടന്നുറങ്ങുകയൊക്കെ ചെയ്തു. അപ്പോൾ നമ്മൾ ലോഡ് കയറ്റാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരെത്തിയിട്ടില്ല. അവരെത്തുന്നതിന് മുമ്പ് പോയി ചായ കുടിച്ചിട്ട് വരാം. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു കടയുണ്ട്. അവിടെ പോയി ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ലോഡ് കയറ്റാൻ വരുന്നവരെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണത്തില്ല. അതുകൊണ്ട് ഇവിടെ അടുത്ത് തന്നെയാണ് പോയത് ചായ കുടിക്കാൻ. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയില്ല. അപ്പോൾ ഇവിടെ തന്നെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ ദോശയാണ് വാങ്ങിച്ചത് കേട്ടോ. നമ്മുടെ പതിവ് സാധനം തന്നെ ദോശയും ചട്നി സാമ്പാറുമാണ്. അങ്ങനെ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ച് വന്നപ്പോഴേക്കും ഇവരെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലോഡ് കയറ്റാനായിട്ട് തുടങ്ങി. ഇവർ 3-4 പേരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മാത്രമുള്ള ലോഡാണ്. നല്ല വലിയൊരു ഗ്രൗണ്ട് പോലെയുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ പോപ്പിക്കുട്ടന് അതിലെ ഓടി നടപ്പുണ്ട്. പിന്നെ മഴ പെയ്തതുകൊണ്ട് പൊടിയൊക്കെ ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു. ലോഡ് കയറ്റുന്ന സമയം കൊണ്ട് ചുമ്മാ ഞാനും പോപ്പും കൂടെ നടക്കാൻ ഇറങ്ങിയതാണ്. തൊട്ടടുത്തുള്ള സ്ഥലമാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ അവന് ആ മരത്തിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ മരത്തിലൊക്കെ വലിഞ്ഞു കയറിയായിരുന്നു. പോപ്പിക്കുട്ടന് അവിടെ എന്തോ ഒരു സംഭവം കണ്ടു കേട്ടോ. എന്നെ വിളിച്ചോണ്ട് പോവാം, നമുക്ക് അവിടെ വരെ പോയി നോക്കിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം ഞാനും പുറകെ പോയി. പോപ്പിക്കുട്ടൻ കണ്ട സംഭവം ഇതാണ് കേട്ടോ. കുറേ താറാവുകൾ കുളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ കൂടെ പോകാൻ വേണ്ടിയിട്ട്, അതിൻ്റെ പുറകെ പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ നല്ലൊരു മഴയൊക്കെ പെയ്തു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. പോപ്പിക്കുട്ടനും ഞാനും കൂടെ കുറച്ച് നേരം അവിടെ ഇരുന്ന് അതിങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. വീട്ടിൽ നിന്ന് 2 മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പഴുത്തത്. അപ്പോൾ അത് ചെത്തി കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ഇരുന്നപ്പോഴാണ് ഈ ഓർമ്മ വന്നത്. അങ്ങനെ വേഗം വണ്ടിയിലെത്തി ഞങ്ങൾ മാങ്ങ ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ തണുത്ത കാലാവസ്ഥയൊക്കെ മാറി കേട്ടോ. അപ്പോൾ നല്ല ചൂടാണ്, വെയിൽ ഉദിച്ചു, നല്ല ചൂടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മാങ്ങയൊക്കെ ചെത്തി അതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ പഴുത്തതാണ്, എന്നാലും ഞങ്ങൾ കുറച്ച് ഉപ്പും മുളകൊക്കെ ഇട്ടിട്ടാണ് കഴിക്കാൻ പോകുന്നത്. നമ്മൾ ലോഡ് കയറ്റുന്ന തൊട്ടടുത്തുള്ള ഒരു ബിൽഡിംഗ് ആട്ടോ. ഒരു കമ്പനിയാണ്, ഈ ന്യൂ ബോട്ടിൽസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനി. അപ്പോൾ നമ്മൾ വെറുതെ ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. ഒരു വെള്ളമൊക്കെ കുടിക്കണം എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരുന്ന് മടുത്തു. അങ്ങനെ നമ്മൾ ഇറങ്ങിയതാണ്. ഈ കടയിലിരുന്ന് നോക്കുമ്പോൾ ശരിക്കും ലോഡ് കയറ്റുന്നത് കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് കരിക്ക് കുടിച്ചു. നല്ല വെയിലും ചൂടൊക്കെയാണ്. അപ്പം നമ്മൾ കരിക്ക് വാങ്ങി കുടിച്ചു. അപ്പോൾ ഇവർ ലോഡ് കയറ്റുന്ന തിരക്കിലാണ്. നല്ല ചൂടാണ് കേട്ടോ. ഒരു തണൽ പോലും ഇല്ലാതെ അവർ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുവാണ്. അപ്പം നമുക്കുള്ള ഒരു വിറക് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ വേറൊരു വണ്ടി വന്നാലും അതിനുള്ള വിറക് എത്തുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ലോഡ് നമുക്കുള്ളതാണ്. നേരത്തെ പോയി ചായ ഒക്കെ കുടിച്ച് അതേ കടയിൽ പോയി തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു. അപ്പോൾ ഏകദേശം ലോഡൊക്കെ കയറ്റി കഴിയാറായിട്ടുണ്ട്. അപ്പോഴാണ് വേറൊരു വണ്ടി വന്നത് ലോഡ് കയറ്റാനൊക്കെ ആയിട്ട്. ഇതിപ്പോൾ ഇന്ന് ഉണ്ടാവത്തില്ല. വിറക് ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളത്തേക്കേ ഉണ്ടാവുള്ളൂ. അപ്പോൾ വന്ന വണ്ടിയാണ് കേട്ടോ, ലോഡ് കയറ്റാൻ വന്ന വണ്ടിയാണ്. അപ്പോൾ അവിടെ തൊട്ടടുത്ത് തന്നെ പായസം ഉണ്ട് കേട്ടോ. അപ്പോൾ പായസം കുടിക്കാനായിട്ട് പോയതാണ്. പാലട, പരിപ്പ്, അതുപോലെ തന്നെ ഗോതമ്പിൻ്റെ അടപ്രഥമനൊക്കെ, അങ്ങനെ വിവിധ തരം പായസങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പായസം വാങ്ങി. അടപ്രഥമനും അതുപോലെ തന്നെ പരിപ്പ് പായസമാണ് വാങ്ങിച്ചത്. നല്ല പായസമായിരുന്നു. ഒത്തിരി പേര് വന്ന് പായസം കുടിച്ചിട്ട് പോകുന്ന കണ്ടു. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കിടന്നുറങ്ങി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം വണ്ടി എടുത്തു. ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് വണ്ടി എടുത്തത്. അപ്പോൾ ലൈൻ കമ്പി ഉള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വണ്ടി പെട്ടെന്ന് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അവർ ലോഡിങ്ങുകാർ തന്നെ വന്നിട്ട് ഹെൽപ്പ് ചെയ്തു. അങ്ങനെ നമ്മൾ അവിടുന്ന് പോരുവാണ്. തമിഴ്നാട്ടിലെ കാങ്കേ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമുക്ക് ലോഡ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മുടെ യാത്ര. അപ്പോൾ നമ്മുടെ യാത്രകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്